ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ തിരുവചന ധ്യാനത്തിന് ഒരവസരം ലഭിച്ചതിനായി ദൈവത്തിന് നന്ദി സ്തോത്രവും അർപ്പിക്കുന്നു. സെലസ്റ്റിയൽ ഹാർട്ട് ഗ്രൂപ്പിലെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. പ്രത്യാശയുടെ തിരുനാളാണ് ഈസ്റ്റർ. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഉയർപ്പ്. യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ അതിജീവിച്ച ക്രിസ്തു മനുഷ്യരാശിക്ക് നൽകുന്ന അതിജീവനത്തിൻ്റെ അനശ്വര ദൃഷ്ടാന്തമാണ് പുനരുത്ഥാനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 16:1-8 വരെയുള്ള വാക്യങ്ങൾ. ഗലീലയിൽ നിന്ന് യേശുവിനോടുകൂടെ വന്നിരുന്ന സ്ത്രീകൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അതിരാവിലെ കല്ലറയിലേക്ക് പോകുകയാണ്. അവർ വളരെ സങ്കടത്തോടെയാണ് പോകുന്നത്. കാരണം തങ്ങളുടെ നാഥനായ ക്രിസ്തുവിനെ എല്ലാവരും ചേർന്ന് ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. ഭയപ്പാടുകളുടെ മധ്യത്തിൽ ഭയരഹിതരായി അവർ ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് പോകുന്നത് തങ്ങളുടെ നാഥനായ കർത്താവിനോട് ഉള്ള സ്നേഹം കൊണ്ടാണ്. അതിരാവിലെ കല്ലറയിലേക്ക് പോയ പേര് പറഞ്ഞ സ്ത്രീകളിൽ ആദ്യം എടുത്തു പറഞ്ഞത് മഗ്ദലക്കാരത്തി മറിയുടേതാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വഴിയിലും അവൾ ക്രിസ്തുവിനെ അനുഗമിച്ചു. സ്വന്തം മകനെ ക്രൂശിൽ തറയ്ക്കുന്നതിന് സാക്ഷിയായി യേശുവിൻ്റെ അമ്മ മറിയോടൊപ്പം മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. അന്ത്യത്തോളം ക്രിസ്തുവിനോട് കൂടെ നിൽപ്പാൻ നമുക്കും കഴിയണം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കാവണം. കാരണം ക്രൂശിൽ തറച്ചതോടെ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ കർത്താവിൻ്റേത്. അടുത്തതായി ഭയപ്പാടുകളുടെ മധ്യത്തിൽ ഭയരഹിതരായി കർത്താവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധവർഗം പൂശാനായി അവർ പോകുമ്പോൾ അവരെ അലട്ടുന്ന ഒരു പ്രശ്നം, നമുക്ക് വേണ്ടി ആ വലിയ കല്ല് ആര് ഉരുട്ടിമാറ്റും? സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ തളർന്നു പോയില്ല. കർത്താവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധവർഗം പൂശാൻ അവർ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ കല്ലുകൾ പോലെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ ക്രിസ്തുവിലേക്ക് നോക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ യാത്ര ചെയ്താൽ ചില അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കല്ലറവാതുക്കൽ ചെന്നപ്പോൾ കാണുന്ന അത്ഭുതം, ആ വലിയ കല്ല് ഉരുട്ടിമാറ്റിയിരിക്കുന്നു. പ്രതിസന്ധികൾ നമുക്ക് മുമ്പിലുണ്ടെങ്കിലും പ്രത്യാശയോട് മുന്നോട്ട് പോയാൽ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റിത്തരാൻ വലിയവനായ നമ്മുടെ ദൈവത്തിന് കഴിയും. അടുത്തതായി അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മർക്കോസ് 16:6. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറേയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. അവനെ വെച്ച സ്ഥലം ഇതാ. താൻ 3-ാം നാൾ ഉയർക്കുമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർ ഭ്രമിച്ചു പോകുന്നു. മർക്കോസ് 16:8 ഇപ്രകാരം പറയുന്നു, അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചു, കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവരുടെ ഭയപ്പാടുകളെയെല്ലാം മാറ്റി അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഉദ്ധിതനായ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉയർപ്പ് പെരുന്നാൾ പുതുജീവന്റെ ആഘോഷമായി തീരുന്നത് ആർക്കാണ്? എൻ്റെ ഭയപ്പാടുകളുടെയും എൻ്റെ നൊമ്പരങ്ങളുടെയും മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ്. യോഹന്നാൻ 16:20 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈസ്റ്റർ നമ്മോട് പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. എല്ലാ ഇരുളും മാഞ്ഞു പോകും, എല്ലാ സങ്കടങ്ങളും പെയ്തു തോരും. എല്ലാ ഇരുളിനും അപ്പുറം വെളിച്ചത്തിൻ്റെ കാന്തി കാത്തു നിൽക്കുന്നു. പക്ഷേ ആ വെളിച്ചം കാണുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാവണം. എല്ലാവരുടെയും ജീവിതത്തിൽ ചില ദുഃഖവെള്ളികൾ ഉണ്ടാകും, ദുഃഖശനികളും. എന്നാൽ അവരുടെ ജീവിതത്തിൽ തന്നെയാണ് ഉയർപ്പ് ഞായറും ഉള്ളത്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലൂടെ കടന്നു പോകിയാലും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും പ്രാർത്ഥിക്കുവാനും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.